ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ നാരങ്ങ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഒരു 7-8 മിനിറ്റ് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ച് ഒരു ദിവസം ഉപ്പിലിട്ട് വെച്ച നാരങ്ങയാണിത്. നമുക്ക് വേവിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞും അച്ചാറുണ്ടാക്കാം. ഞാനൊരു ദിവസം ഉപ്പിലിട്ട് വെച്ചതിന് ശേഷമാണ് അച്ചാറുണ്ടാക്കുന്നത്. പാൻ ചൂടാകുമ്പോൾ 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ യൂസ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ടേസ്റ്റിലായാലും അതുപോലെ തന്നെ കുറച്ച് ദിവസം ഇരിക്കണമെങ്കിലും നമ്മൾ നല്ലെണ്ണ യൂസ് ചെയ്താലാണ് നല്ലത്. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ നമുക്കുണ്ടാക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില, തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കണം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയല്ല, രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച് വച്ചിരിക്കുന്നതാണ്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അതിനുശേഷം കുറച്ച് ഉലുവ പൊടിച്ചത്, അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കായം, കുറച്ച് മതി. എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഓൺ ചെയ്താൽ മതി. ഇപ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂട് കാണും. ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങയിൽ ഉപ്പ് നന്നായിട്ട് പിടിക്കും, അതുകൊണ്ട് നമുക്ക് ഉപ്പ് കുറച്ച് കൂടുതൽ വേണം. ഉപ്പിലിട്ട് വെച്ചതാണെങ്കിലും ഈ അരപ്പിലൊക്കെ പിടിക്കാനായിട്ട് കുറച്ച് ഉപ്പ് വേണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി, ഇതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തു. അതിന് മുമ്പേ നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഉപ്പോ കായമോ ഉലുവയോ എന്തെങ്കിലും ഒരു ടേസ്റ്റോ എരിവ് വേണമെങ്കിലോ നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ ആഡ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നാരങ്ങ ചേർത്ത് മിക്സ് ചെയ്യുക. രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ശരിക്കും നാരങ്ങയിലോട്ടൊക്കെ അരപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആവുന്നത്.
അങ്ങനെയാണെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഉണ്ടല്ലോ, എന്ത് എളുപ്പമാണ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.